മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ സഹായത്തിൽ കേന്ദ്രത്തിന്റെ ഉരുണ്ടുകളിക്കെതിരെ സംസ്ഥാനം. കേന്ദ്രം പിന്നിൽ നിന്ന് കുത്തുന്നുവെന്ന് സർക്കാരും പാർലമെന്റിനകത്തും പുറത്തും വിഷയം ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷവും പ്രതികരിച്ചു. മാനദണ്ഡം പാലിക്കാതെ എങ്ങനെ സഹായം നൽകുമെന്ന വാദമാണ് ബിജെപിയുടേത്. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി മാസങ്ങൾ പിന്നിട്ടു. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ദുരന്ത ഭൂമിയിലെത്തി സഹായം ഉറപ്പു നൽകി. എന്നിട്ടും സഹായമില്ല. ആവശ്യങ്ങളിൽ അനുകൂല പ്രതികരണവുമില്ല. ഇതിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. കേന്ദ്രത്തിന്റെ നിലപാട് നിരാശാജനകമാണെന്ന് മാത്രമല്ല, അങ്ങേയറ്റം പ്രതിഷേധാർഹവും കൂടിയാണ്. ആയിരക്കണക്കിന് കോടി രൂപയുണ്ടെങ്കിൽ മാത്രമേ അത് ആ പ്രശ്നത്തിനെ ഭാഗികമായിട്ടെങ്കിലും പരിഹരിക്കാൻ പറ്റൂ. കേരളത്തോട് അങ്ങേയറ്റം വിവേചനപരമായ നിലപാടാണ്. കണ്ണിൽ ചോരയില്ലാത്ത സാമാന്യ മനുഷ്യന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത്. കേന്ദ്ര നിലപാട് കേരളത്തോടുള്ള വെല്ലുവിളിയെന്ന് മന്ത്രി കെ രാജൻ. നിർണായക ഘട്ടങ്ങളിൽ കേന്ദ്രം കേരളത്തെ പിന്നിൽ നിന്ന് കുത്തുന്നുവെന്ന് മന്ത്രി എം.ബി. രാജേഷ്. കേന്ദ്ര നിലപാടിനെതിരെ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്നാണ് കോൺഗ്രസ് പ്രഖ്യാപനം. അവഗണനയ്ക്കെതിരെ ഒറ്റയ്ക്ക് സമരം ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇത് നമ്മുടെ സംസ്ഥാനം ഈ രാജ്യത്തിന്റെ ഭൂപടത്തിൽ ഇല്ല എന്നുള്ള ഒരു നിലപാടാണ് ബി.ജെ.പി. സർക്കാർ സ്വീകരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതികരണം പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള യു.ഡി.എഫ്. എംപിമാർ തീർച്ചയായിട്ടും ഉയർത്തും. കേന്ദ്രത്തിന്റേത് ക്രൂര സമീപനമെന്ന് എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും കുറ്റപ്പെടുത്തി. എന്നാൽ ഊഹക്കണക്ക് നോക്കിയാണോ സഹായം നൽകേണ്ടത് എന്നാണ് ബി.ജെ.പിയുടെ ചോദ്യം. ചട്ടങ്ങൾ പാലിച്ചു മാത്രമേ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയൂ എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ദേശീയ തലത്തിലുള്ള ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതിലും വലിയ അപകടങ്ങളുണ്ടായിട്ടും ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാത്ത സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ ചെയ്യുള്ളൂ. ഹൈക്കോടതി പറഞ്ഞത് നിർദ്ദേശം കൊടുത്തു. ആ ഫണ്ട് ഉപയോഗിക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കാനാണ് ഹൈക്കോടതി പറഞ്ഞത്. ഇല്ല എന്നല്ല പറഞ്ഞത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചാരണത്തിൽ വിഷയം സജീവമായി ഉന്നയിക്കാനാണ് LDF, UDF തീരുമാനം. ന്യൂസ് ഡെസ്ക് 24.